ദിവസമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവദിനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് ഹല്ലേലൂയ. നാം ചിന്തിച്ചു വരുന്ന വചനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ എന്നുള്ള ചോദ്യമാണ്. ഹല്ലേലൂയ. ഈ ദൈവവചന ഭാഗം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31 തൊട്ടുള്ള വാക്യം വായിച്ചു വരും കാണുന്നത് യഹൂദന്മാരുമായുള്ള യേശുവിന്റെ ഒരു സംവാദമാണ്. പ്രൈസലോ. അവിടെ ഇങ്ങനെ വായിക്കും, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ? വലിയൊരു സംവാദമാണ്. 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യഹൂദന്മാർ പറയാം, അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങൾ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവായുള്ള വലിയൊരു സംവാദം യഹൂദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലെ യേശു ഹല്ലേലൂയ സ്തോത്രം തുറന്ന് ഹല്ലേലൂയ 8-ന്റെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയാം, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യുവാനും ചെയ്യുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകിയിരുന്നു, അവരിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നടക്കുന്നതുമില്ല. യഹൂദന്മാർ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടാലും യേശു പറയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്താതെ നിങ്ങൾ ഒരിക്കലും അവൻ സ്വതന്ത്രരാകത്തില്ല. അപ്പൊ യഹൂദന്മാർക്ക് യേശുവിനെ അല്ലടിയ ദൈവമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ഒരിക്കലും യേശുവിനെ ദൈവമായിട്ട് ചിന്തിക്കുന്നുമില്ല, അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. യഹൂദന്മാർ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും അത് തന്നെയാണ്. അനവധി യഹൂദന്മാരും യേശു ആരെന്നറിയാൻ കഴിയാത്തവരുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും യേശു ആരെന്നറിയാത്തത് കൊണ്ടാണ് അവർ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ, യഹൂദ പാരമ്പര്യ ആചാരങ്ങളിൽ കടന്നു പോകുന്നത്. പ്രൈസലോ. ഇവിടെ സമുദായ സഭകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അവർ സ്വതന്ത്രരായി മാറിയിരുന്നെങ്കിൽ അവർ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നേനെ. പക്ഷെ യേശു ആരെന്ന് അറിയാത്തത് കൊണ്ടാണ് ഹല്ലേലൂയ അവരിന്നും യഹൂദ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ യഹൂദന്മാർ യേശുവിനെ അറിഞ്ഞിരുന്നില്ല എന്ന് ഹല്ലേലൂയ മനസ്സിലാക്കുമ്പോൾ തന്നെ അവൻ എന്നും അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. അബ്രഹാമിനേക്കാൾ നീ വലിയവനോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നീ അബ്രഹാമിനേക്കാൾ വലിയവനോ എന്ന് ചോദിക്കുന്നത്. അവരുടെ കണ്ണുകൾ യേശുവിനെ വളരെ ചെറുതായി കണ്ടു. യഹൂദന്മാർ യേശുവിനെ വളരെ ചെറുതായ രീതിയിലാണ് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. അവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ അവൻ ഏകദേശം ഒരു 6 അടി ഉയരമുള്ളവനായി, ജഡത്തിൽ വെളിപ്പെട്ട മനുഷ്യപുത്രനായി അങ്ങനെ കാണുവാനല്ലാതെ തേജസ്സുള്ള രാജാവായി, തേജസ്സുള്ള കർത്താവായി, രാജാതി രാജാവായി, സൃഷ്ടാവായി, സകലത്തിന്റെ ഉടയവനാണെന്ന് യഹൂദന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലേ? അവൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ക്രിസ്തു എന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ അബ്രഹാമിനേക്കാൾ വലിയവനോ എന്ന് അവർ വീണ്ടും വീണ്ടും ചോദിക്കുക. പ്രൈസലോ. ഈ കാലഘട്ടത്തിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷമായി പല സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും യേശുക്രിസ്തുവിനെ അറിയാത്ത അനവധി ആളുകൾ യേശു ആരെന്ന് ചോദിക്കാറുണ്ട്. കാരണം യേശുവിനെ അറിയുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, യേശു ആരെന്നറിയണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചാൽ മതി. ഹല്ലേലൂയ. യേശു രാജാതി രാജാവാണ്, സൃഷ്ടാവാണ്, ഈ കാണുന്ന മുഴു ലോകത്തിന്റെയും അധിപനാണെന്ന് വിശ്വസിക്കാത്തത് നിങ്ങളുടെ അജ്ഞത അല്ല, നിങ്ങളുടെ അന്ധത മുഖാന്തരമാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് അത് വെളിപ്പെടാത്തതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സ്വതന്ത്രമായി സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് യഥാർത്ഥമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെന്നും പറഞ്ഞ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കത്തില്ല എന്ന് യഹൂദന്മാർ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ അതേ അനുഭവത്തിൽ കടന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ സ്വതന്ത്രരായി മാറിക്കഴിഞ്ഞാൽ
നിങ്ങൾ സകല ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. മുമ്പ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പാപജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ അസന്മാർഗീയമായ ജീവിത സാഹചര്യങ്ങൾ, ദുർഭൂത ബന്ധനങ്ങൾ, പാപത്തിന്റെ ആസക്തികളിൽ നിന്നെല്ലാം നിങ്ങൾ സ്വതന്ത്രരായി മാറും. ഹല്ലേലൂയ. അപ്പം പാപത്തിന്റെ ആസക്തികൾ നിറഞ്ഞു നിൽക്കുന്ന യഹൂദ ജനത്തിന് ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് സ്വതന്ത്രനാകാൻ അവർ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ട് അവർ പറയുകയാണ്, യേശുവിനെ നിനക്കൊരു ഭൂതമുണ്ടെന്ന്, നീ ശമര്യനാണ്, ഹല്ലേലൂയ, നിനക്കൊരു ഭൂതമുണ്ടെന്നൊക്കെ ഹല്ലേലൂയ യഹൂദന്മാർ യേശുവിനോട് പറയുക. സ്തോത്രം. കാരണം അവർക്ക് അതേ അറിയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ പലപ്പോഴും സുവിശേഷം പലരോട് പറയുമ്പോൾ പറഞ്ഞു, യേശു ദൈവമല്ലെന്ന് പറയുന്ന അനവധി ആളുകളുമായിട്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ സംസാരിപ്പാടെയായി. കാരണം അവർക്ക് യേശുവിനെ അറിയില്ല. അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, മറിയയുടെ സന്തതിയാണ്, അപ്പോൾ തന്നെ രാജാതി രാജാവാണ്, തേജസ്സിന് തേജസ്സുള്ളവനാണ്, മാനവകുലത്തിന്റെ മുഴു പാപത്തിനു വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്നവനാണ് എന്ന് ഈ ജനത്തിന് ഇന്നും മനസ്സിലാക്കാത്ത പാപത്തിന്റെ അന്ധകാരശക്തിയാൽ ഈ ജനം മുന്നോട്ട് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന ശ്രോതാവി, ജീവിതം നിനക്ക് ഈ ഭൂമിയിൽ പര്യവസാനിക്കുമ്പോൾ, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ വിടുവിക്കുവാനും സഹായിക്കാനും ഒന്നും നീ കണ്ടുവച്ചിരുന്ന, നീ പിടിച്ചു വെച്ചിരുന്ന ആചാരങ്ങൾ കൊണ്ടോ നിന്റെ മതങ്ങൾ കൊണ്ടോ നിന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ കഴിയില്ല. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിത്യമായ രാജ്യത്തിലെത്തുവാൻ കഴിയുള്ളൂ. സ്തോത്രം. യേശു യഥാർത്ഥത്തിൽ രാജാതി രാജാവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും യേശുവിനെ അനുഗമിക്കുന്ന നല്ലൊരു തലമുറ ദൈവസഭയ്ക്കകത്തും കണ്ടേനെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നവർ പോലും ഇന്ന് മിക്കവാറും ദൈവസഭയ്ക്കകത്ത് കടന്നു വരാതെ അവരും ഈ മോഹ ചിന്താഗതിയുള്ള യാത്ര ചെയ്യുന്നു. കാരണം അവർ സഭയിൽ വന്നെങ്കിലും യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ല. യേശു ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ സഭയിൽ തന്നെ വന്നേനെ. ഹല്ലേലൂയ. അപ്പൊ യേശു ആരെന്ന് അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങൾക്കും മാറ്റം വരും. പ്രൈസ്. പാപികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും, പാപത്തിന്റെ അധീനതയിലും ജീവിച്ചിരുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു വിടുതൽ നമ്മൾ സ്വതന്ത്രമാക്കി പുത്രത്തിന്റെ ആത്മാവിനെ തന്ന നിത്യതയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി, നിത്യജീവനെക്കുറിച്ച് വെളിപ്പെടുത്തി, മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം യേശു ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി, മനുഷ്യന് ഈ അറിവുകളൊക്കെ കൊടുത്തിട്ടും. ഹല്ലേലൂയ. ഈ പരിജ്ഞാനമൊക്കെ ദൈവവചനത്തിലൂടെ യേശു നമ്മോട് നേരിട്ട് സംസാരിച്ചിട്ടും ഇന്നും യേശു ആരെന്നറിയാൻ കഴിയാതെ നിങ്ങൾ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ് യഥാർത്ഥ ദുർബോധം വസിക്കുന്നത്. ഹല്ലേലൂയ. അത് പറയാൻ കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ യേശു ആരെന്നറിയാൻ കഴിയാതെ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. കാരണം ഹല്ലേലൂയ സ്തോത്രം, ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും യേശു ആരെന്നറിയാതെ ഈ ലോകത്തിന്റെ ഇരുളിൽ, പാരമ്പര്യത്തിന്റെ ഇരുളിൽ കൂടെ കടന്നുപോയൊരു സാഹചര്യം. അന്ന് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, എന്നും ലഹളകൾ മാത്രമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്നും എന്റെ രക്ഷകനാണെന്നും അവൻ അബ്രഹാമിനേക്കാൾ വലിയവനാണെന്നും അവൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണെന്നും ഒക്കെ വിശുദ്ധ തിരുവെഴുത്തിലൂടെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ, എനിക്ക് മനസ്സിലായി യേശു ക്രിസ്തുവിൽ മാത്രമേ സ്വതന്ത്രമാകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇന്നും ആ പാരമ്പര്യത്തിന്റെ കെട്ടിൽ അകപ്പെട്ട് കിടക്കും. ഇന്നും പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പാരമ്പര്യത്തിനകത്ത് നിൽക്കുന്ന ശ്രോതാവ് നിനക്ക് സ്വതന്ത്രമാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. ഇന്ന് നീ സ്വതന്ത്രമല്ലാത്തത് കൊണ്ടാണ് നീ പാരമ്പര്യം പറഞ്ഞ് നടക്കുന്നത്. ഹല്ലേലൂയ. നീ പാരമ്പര്യം വിട്ട് ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. അവൻ സ്വതന്ത്രം, ആ യേശു ക്രിസ്തു സ്വതന്ത്രമായി മാറണം. പ്രൈസ്. അപ്പൊ യഹൂദന്മാർക്കും ഇസ്ലാമികർക്കും ക്രിസ്ത്യാനികൾക്കും അബ്രഹാം വലിയവൻ തന്നെയാണ്. ഹല്ലേലൂയ. യഹൂദന്മാർക്കും ഹല്ലേലൂയ, ഇസ്ലാമികർക്കും ക്രിസ്ത്യാനികൾക്കും അബ്രഹാം വലിയവൻ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. മുൻ പിതാക്കന്മാർ ഹല്ലേലൂയ, മുൻ പിതാക്കന്മാരിൽ പ്രധാനപ്പെട്ടവൻ തന്നെയാണ്. മുമ്പുള്ള എല്ലാ പിതാക്കന്മാരെക്കാളും പ്രധാനപ്പെട്ടവൻ തന്നെയാണ് അബ്രഹാം. എബ്രായ സന്ധിയുടെ ആരംഭമായവൻ. ഹല്ലേലൂയ. ഇസ്രായേൽ സന്തതിക്കും ഇസ്മായിൽ സന്തതിക്കും വിത്തു പാകിയ പ്രവാചകൻ എന്നുമൊക്കെ അബ്രഹാമിനെ അവർ മനസ്സിലാക്കുന്നു. മാത്രമല്ല അബ്രഹാം അവരുടെ പോറ്റപ്പനാണെന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അങ്ങനെ യേശുവിനെ വലിയവനായി കാണാൻ കഴിയാതെ അബ്രഹാമിനെ വലിയവനായി കണ്ട് ലേലിയ യഹൂദാചാരം പോവുക. ലേലിയ ഒരിക്കൽ കൂടെ പറയട്ടെ, യഹൂദന്മാർക്കും ലേലിയ ഇസ്ലാമികർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അബ്രഹാം വലിയവനാണ്, മുൻ പിതാക്കന്മാരെക്കാൾ പ്രധാനപ്പെട്ടവനാണ്, ഇബ്രാഹിം സന്തതിയുടെ ആരംഭമായവനാണ്, ഇസ്രായേൽ സന്തതിക്കും ഇസ്മായിൽ സന്തതിക്കും വിത്ത് പാകിയവനാണ്, പ്രവാചകനാണ്. അവന്റെ സ്തോത്രം, അവൻ പ്രവാചകനെന്നും നബിയെന്നും പോറ്റപ്പെടുന്നവനെന്നും ഒക്കെ വലിയവനായി എണ്ണപ്പെട്ട എങ്കിലും അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. ഇതൊക്കെ യഹൂദന്മാർ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയാണ് അബ്രഹാമും മരിച്ചു, പ്രവാചകന്മാരും ഒക്കെ മരിച്ചെന്ന്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ അല്ലേലിയ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? അല്ലേലിയ. ഇവിടെ സക്രിയ പ്രവാചകൻ, നിങ്ങളുടെ പിതാക്കന്മാരെവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? അത് ഈ ഒരു ബോധ്യമെങ്കിലും നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം പരാജയമാണ്. അബ്രഹാമും മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നാൽ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ജീവിച്ചിരിക്കുന്നവനും അവൻ തേജസ് പ്രാപിച്ചവനുമാണെന്നും അവൻ തേജസ്സിന്റെ കർത്താവാണെന്നും സകല മാനകുലത്തിന്റെ രക്ഷകനാണെന്ന് ഇന്നും യഹൂദനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും ഒക്കെ മറ്റ് ജാതികൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നും പാപത്തിന്റെ അടിമത്തത്തിൽ മനുഷ്യൻ വീട് കിടക്കുന്നതുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മനുഷ്യൻ ഇന്നും കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ, പാപജീവിതത്തിൽ നിന്നും, പാപ സ്വഭാവത്തിൽ നിന്നും, പാപത്തിന്റെ ഇടപാടുകളിൽ നിന്നും, പാപത്തിന്റെ ക്രയവിക്രയങ്ങളിലൂടെ കടന്നുപോയ ഹല്ലേലൂയ സകല ജനത്തെയും അതിൽ സ്വതന്ത്രമാക്കി ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവനാക്കി മാറ്റിയത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു ആരാണ് എന്ന് ഇന്നും നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയദൃഷ്ടി അടഞ്ഞു കിടക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രവേശനം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവത്തിനെങ്കിലും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ ഞാൻ ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ അടിയിൽ കമന്റ് ഇട്ടു, യേശു ക്രിസ്തുവിന് മുമ്പേ ഭൂമി ഉണ്ടായിരുന്നല്ലോ എന്നാണ്. അല്ലേ? യേശു ക്രിസ്തുവിന് മുമ്പേ ഭൂമി ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കറിയത്തില്ലാത്തത്? അല്ലേ? യേശു ക്രിസ്തുവിന് മുമ്പേ ഭൂമി ഉണ്ടായിരുന്നില്ലെന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ, ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. അല്ലേ? യേശുവിന് മുമ്പേ ഭൂമി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഈ സർവ്വലോകവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. അല്ലേ? അവൻ അനാദിയിൽ ദൈവമായിരുന്നു. അല്ലേ? അതുകൊണ്ട് സകലത്തിനു മുമ്പേ ഉള്ളവനാണ് യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, സകലത്തിനു മുമ്പേ ഉള്ളവനാണ് യേശു എന്ന് നീ തിരിച്ചറിയാത്ത ഈ യാത്ര ചെയ്യുന്നതാണ് നിന്റെ പരാജയം മുഴുവൻ. അല്ലേ? അപ്പൊ സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ യേശുവാ. അല്ലേ? സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ, മനുഷ്യനെ നേർവഴിയിലേക്ക് നടത്തുന്നവൻ, മനുഷ്യനെ നേരായ പാത കാണിച്ചു കൊടുക്കുന്നവൻ, സമാധാന ജീവിതം അരുളുന്നവൻ, സന്തോഷ ജീവിതം നയിക്കുന്നവൻ, മനുഷ്യന് പ്രകാശമായി ജീവന്റെ വെളിച്ചമായി നമ്മെ ആനുദിനം നടത്തുന്നവൻ, സകലത്തിനു മുമ്പേ കാരണഭൂതനായിരിക്കുന്ന, അനാദിയായി ശാശ്വതമായി ദൈവമായിരിക്കുന്ന, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ആസ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്ത ദൈവമാണ്, യേശുവാണ്. സകലത്തിനു മുമ്പേ ഉള്ളവൻ. അല്ലേ? ആ സകലത്തിനു മുമ്പേ ഉള്ളവനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇന്നത്തെ ലോകത്തിന് പറ്റിയിരിക്കുന്നത്. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, അപ്പം പിതാക്കന്മാരും മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു എന്ന് സക്രിയ പ്രവാചകൻ പറയാ. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്ന് ചോദിച്ചു. ലോകത്തിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും മരിക്കണമെന്നുള്ളത് ദൈവിക നിയമമാണ്. ലോകത്തിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് അബ്രഹാം ആദിയായ സകല പിതാക്കന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു, അവർ മരിച്ചു. സകല പ്രവാചകന്മാരും ജനിച്ചു, മരിച്ചു. ഇന്ന് സകല ജനങ്ങളും ജനിക്കുന്നു, മരിക്കുന്നു എന്നുള്ളത് ദൈവിക പ്രമാണമാണ്.
പ്രൈസ്. അതിനെ ആർക്കും തടയാൻ കഴിയത്തില്ല. ഇല്ലേ? അതുകൊണ്ട് സ്തോത്രം, അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ആമീൻ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. അവൻ ജനത്തോട് ചേർന്ന് അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്രയ്ക്കരികെയുള്ള സോഹരിന്റെ മകനായ എഫ്രാൻ എന്ന ഹിദ്ദന്റെ നിലത്ത് മക്കബേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാമിലൂടെ അല്ലെങ്കിൽ സ്തോത്രം 175 വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാർ മരിച്ചു, ആദാം തുടങ്ങി സകല ആളുകളും മരിച്ചു. അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യനികൾ, ഭൂമിയിൽ മനുഷ്യൻ മരിക്കും, എന്നാൽ ദൈവം മരിക്കുന്നില്ല. രക്തം ചെയ്യും. യേശുവിന് ഒരിക്കലും മരണമില്ല. യേശു ഒരിക്കലും മരിക്കുന്നില്ല. ഈ കാണുന്ന ലോകം യേശുവിനെ പിടിച്ച് കാൽവറി ക്രൂശിൽ അവനെ ക്രൂശിൽ അവൻ ആക്ഷരികമായി ജഡത്തിൽ മരിച്ചുവെങ്കിലും അവൻ ആത്മാവിൽ ജീവിക്കപ്പെട്ടുവെന്ന് നമ്മൾ തിരിച്ചറിയണം. 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുയർത്തെന്നിട്ട് സ്തോത്രം അല്ല കാര്യത്തിൽ മറിയിക്കും ശിഷ്യന്മാർക്കും ഒക്കെ പ്രത്യക്ഷമായി 40 നാളോളം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന എന്നേക്കും വാഴുന്ന ദൈവമാണ് യേശു. ഹല്ലേലൂയ. ഈ യേശുവാണ് ഇനി മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കാൻ വരുന്നതും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നത്, യേശു ആരാണെന്ന് നിനക്ക് ഇന്നും അറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ അനാദി ശാശ്വതമായി ദൈവമാണെന്നുള്ള തിരിച്ചറിവോടെ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ നിനക്ക് നിത്യത ചെല്ലാൻ കഴിയും. ഇവിടുത്തെ സകല നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരോടും സകല തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദത്തിലൊക്കെ പോരാടി ദൈവമക്കളും ദൈവസഭയും തകർക്കാൻ ശ്രമിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കുന്ന ആ ജനത്തോട് പറയട്ടെ, യേശു ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അതറിയാത്തതുകൊണ്ടാണ് യഹൂദന്മാരും ഇന്നത്തെ ജനവും യേശു ആരാന്ന് ചോദിച്ച് നടക്കുന്നത്. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവ്, യേശു ദൈവമാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കണം. ആദിയിൽ ഹല്ലേലൂയ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. വചനം ദൈവമായിരുന്നു അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ മാനവകുലം മുഴുവൻ ആദാമ്യ പാപത്താൽ വീണ് കിടന്നു കഴിഞ്ഞപ്പോൾ പഴയ നിയമ പ്രമാണങ്ങളുടെ യാഗങ്ങൾ കൊണ്ട്, വഴിപാടുകൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പൂർണ്ണത വരുത്താൻ കഴിയാതിരുന്നപ്പോഴാണ് ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിൽ അയച്ചതും തന്റെ ഭൂമിയിലെ ശുശ്രൂഷയിലൂടെ പാപങ്ങളെ മുഴുവൻ തന്റെ ചുമതലേറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ഭരിച്ചത്. അല്ലേ? നമ്മുടെ പാപത്തിന് പരിഹാരം നൽകും പാപവിമോചകനാണ് ക്രിസ്തു. സകല ജനത്തെയും പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുന്നവനാകൊണ്ട് അവൻ യേശുവിനെ വേർവിളിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 1:21 വായിച്ചാലും കാണാൻ കഴിയും. അപ്പൊ യേശുവിന്റെ ജനത്തൊക്കെ തന്നെ പറഞ്ഞു സകല ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കണം അവൻ യേശുവിനെ വേർവിളിക്കണമെന്ന്. അല്ലേ? അപ്പൊ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവനാണ് യേശു. അല്ലേ? എന്തിന്? സഹോദരാസോദരന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ, നിന്റെ ജീവിതത്തിൽ പാപപരിഹാരം നിത്യത്തിലേക്ക് നിന്നെ പ്രവേശിപ്പാൻ, സ്വർഗരാജ്യത്തിന്റെ മകളാക്കി മാറ്റുവാൻ വേണ്ടി യേശു നിനക്ക് വേണ്ടിയാണ് സ്വർഗം വെടിഞ്ഞിറങ്ങി വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യേശു യഹൂദന്മാരുമായുള്ള വലിയ സംവാദത്തിനിടയിൽ യഹൂദന്മാർ പറയുകയാണ്, നീ അബ്രഹാമിനേക്കാൾ വലിയവനാണോ? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അപ്പോൾ യേശു പറയാ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായി നിങ്ങൾ അബ്രഹാം ചെയ്ത പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ ഒന്ന് യഹൂദന്മാർ പറയാം, നിനക്കൊരു ഭൂതമുണ്ട്, നീ ശബരിനാണെന്നൊക്കെ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്. യഹൂദന്മാരോട് പറയാ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതെന്ന്. അത് ഇന്നും അത് തന്നെ. അല്ലെങ്കിൽ സകല ജനങ്ങളും യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്, യേശു ദൈവമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഇന്നും പിശാചെന്ന പിതാവിന്റെ പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ചിലരൊക്കെ കലിയിളകുന്നത്. കലികളെക്കാളും സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും. സത്യത്തെ മാറ്റി നിർത്തുവാൻ, സത്യത്തെ ഒഴിച്ചു മാറ്റാനൊന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഈ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾ കലികളിയാലും കോപം തുള്ളിയാലും നിങ്ങൾ എന്തെല്ലാം ആക്രാന്തം കാണിച്ചാലും യേശു ദൈവം തന്നെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുമെന്നാണ്.
ഞങ്ങളത് അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. പാപികളായി ജീവിച്ച ഞങ്ങളുടെ ജീവിത കാലഘട്ടം ഈ ലോകത്തിന്റെ വെറുപ്പൂത്തുകളിൽ, ലോകത്തിന്റെ ലഹരികൾക്കകത്ത് വീണ് ദൈവരാജ്യത്തിൽ നിന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ട് പിശാച് എന്ന പിതാവിന്റെ മക്കളായി ഞങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെ വിടുവിക്കേണ്ടത് മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ഇവിടുത്തെ മതപ്രമാണങ്ങൾക്കോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ പാപത്തിന്റെ അതിൽ ഞങ്ങളെ വിടുവിച്ചവൻ യേശുവാണ്. യേശു ഞങ്ങളുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, അവൻ ദൈവമാണ്. ഹല്ലേലൂയ എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് രക്തം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ദൈവം തന്നെ. അവൻ അബ്രഹാമിനേക്കാൾ വലിയവൻ, അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും. എന്നാൽ യേശുവാണെങ്കിൽ അബ്രഹാമിനും വലിയവൻ, അവന്റെ കല്ലറ ഇന്നും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അവൻ ഉയരോടെ ഉയർത്തെന്നിട്ട് ഹല്ലേലൂയ എന്ന ഹല്ലേലൂയ ഇയ്യോബിന്റെ സാക്ഷ്യത്തിലൂടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലല്ല ഇയ്യോബ് ജീവിച്ചെങ്കിൽ ഇയ്യോബിന്റെ ചില സാക്ഷ്യത്തിലൂടെ യേശുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശു ഹല്ലേലൂയ അബ്രഹാമിനേക്കാൾ വലിയവൻ, അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അപ്പൊ സകല ആളുകളിൽ ഭൂമി ജനിച്ച സകല മനുഷ്യരെയും കല്ലറ ഭൂമിയിൽ അടഞ്ഞു കിടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കല്ലറ യേശുവിൽ തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. ആ അനുഭവത്തെ ഒരിക്കൽ ഒരു വിധത്തിൽ ആ അനുഭവത്തെ ഇയ്യോബ് ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരിക്കൽ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 19:25 ഇങ്ങനെയുണ്ട്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനോട് പൊടിമയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഈ എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ ആന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നുവെന്ന്. അപ്പൊ ഇയ്യോബ് പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. ഇയ്യോബിന്റെ അത്യഗാധമായ കഷ്ടതയുടെ വേളയിലും അവൻ ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള അവന്റെ പ്രത്യാശ അത്ഭുതകരമായിരുന്നു. ഇയ്യോബ് കഠിനമായ ശോധന കടന്നുപോയപ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ഇയ്യോബിനെ വീണ്ടെടുക്കുന്ന ഒരു രക്ഷകനുണ്ടായിരുന്നു. ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ ഇയ്യോബിന് ആ ദർശനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ ജനത്തിന് ആ ദർശനമില്ല. അതുകൊണ്ടാണ് അവർ യേശു ആരെന്നറിയാതെ ഇന്നും അല്ലെങ്കിൽ പാരമ്പര്യത്തിലൂടെ കടന്നു പോകുന്നത്. പാരമ്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവർക്ക് ആരാധനയില്ല, കുർബാനയില്ല. പാരമ്പര്യം വേണം. അവരുടെ പാരമ്പര്യത്തിൽ നിൽക്കുക. അതേസമയത്ത് ഇയ്യോബിനെ പോലെ ഈ ദർശനം നിനക്കുണ്ടായാൽ, ഹല്ലേലൂയ, നിന്റെ വീണ്ടെടുപ്പുകാരനുണ്ടെന്ന് നിനക്ക് മനസ്സിലായാൽ പാരമ്പര്യം വിട്ട് നീ മടങ്ങി വരും. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ഒക്കെ ജീവിതം വളരെ അനുഭവം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ് യേശുവെന്ന് പൗലോസ് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തി. ഹല്ലേലൂയ. എന്താണ്? സകല ജനത്തെ രക്ഷിപ്പാൻ പ്രാപ്തനായി ഒരുവനുണ്ടെങ്കിൽ അവർ യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ ഹല്ലേലൂയ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ കർത്താവ് സദാ ജീവിക്കുന്നവന്, ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പാപജീവിതം വിട്ട്, ഈ ലോകസുഖങ്ങൾ വിട്ട്, ജഡത്തിന്റെ അഭിരുചികളെ വിട്ട്, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നീ പോകാതെ ഇന്നും നിന്റെ പഴയ പാരമ്പര്യം പറഞ്ഞ് യഹൂദനെ പോലെ യേശുവിനെ മനസ്സിലാക്കാതെ പോയാൽ നിന്റെ മരണാനന്തരം നീ നിത്യമായി നരകത്തിൽ ചെന്ന് ചേരും. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേം ഒരുക്കുന്നുണ്ട്. പുതിയ യെരൂശലേം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ പുതിയ യെരൂശലേമിൽ നീ കാണണമെങ്കിൽ ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി നീ വിശ്വസിച്ചുകൊണ്ട്, അവനെ രക്ഷകനായി വിശ്വസിച്ചുകൊണ്ട് നീ പാപപരിഹാരം വരുത്തി ക്രിസ്തു യേശുവിനെ സ്വതന്ത്രനായി മാറണം. ഹല്ലേലൂയ. അല്ലാതെ ഇന്നും പാരമ്പര്യത്തിന് ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, യഹൂദ പാരമ്പര്യം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ അവസാന നിത്യനരകമായിരിക്കും. ഹല്ലേലൂയ. പൗലോസ് വ്യക്തമായി എബ്രായ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എബ്രായ വിശ്വാസികൾ ഇങ്ങനെ സ്തോത്രം, നമുക്കൊരു പുരോഹിതനുണ്ടെന്ന്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ട് സ്വർഗത്തെക്കാൾ ഉന്നതൻ, അല്ലെങ്കിൽ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാവങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ. ഹല്ലേലൂയ. അപ്പൊ ഭൂമിയിലുള്ള സകല പുരോഹിതന്മാരും പാപികളാണ്. ഹല്ലേലൂയ.
അവർ മനുഷ്യന് ജനിച്ചവരാണ്. മനുഷ്യർക്ക് അപ്പനും അമ്മയ്ക്കും ജനിച്ച സകല വ്യക്തികളും പാപത്തിൽ ജീവിക്കുന്നവരാണ്. ആദാമ്യ പാപത്തിൽ ജീവിക്കുന്നവരാണ്. ആദാമ്യ പാപത്തിൽ നിന്ന് നിനക്കൊരു വീണ്ടെടുപ്പ് വേണമെങ്കിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അല്ലേലൂയ. ഏക മനുഷ്യൻ പാപവും പാപത്താൽ മരണവും ലോകത്ത് സംഭവിച്ചു എന്നാ റോമലേഖനം 5:10 വായിച്ച് കാണാൻ കഴിയും. അതുകൊണ്ട് ആദാമി വർഗത്തിന്റെ പാപത്തിൽ മരിച്ചുപോയ സകല ജനത്തിനും കാരണമായി തീർന്നവൻ, രക്ഷയ്ക്ക് കാരണമായി തീർന്നവൻ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണെന്ന്. സകല പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും വലിയവനവൻ. ഹല്ലേലൂയ. പൗലോസൊക്കെ വ്യക്തമായിട്ട് ഈ തിരുവെഴുത്ത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ആ പാപത്തിന്റെ അറിവ് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ കണ്ണുനീരിന്റെ അനുഭവത്തിലല്ലേ? ഒരിക്കലും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷത്തോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു നേരത്തെ ആഹാരം സ്വസ്ഥമായിട്ട് ഇന്ന് കഴിപ്പാൻ കഴിയാതെ കൊണ്ടെന്ന് ഈ ഹൃദയത്തിനകത്ത് വളരെ വേദനയുടെ അനുഭവത്തിൽ കടന്നുപോകുന്ന വ്യക്തിയല്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇന്ന് നീ പാപത്തിൽ ജീവിക്കുക, പാരമ്പര്യത്തിൽ ജീവിക്കുക? അത് നിനക്ക് സ്വസ്ഥത തരത്തില്ല, രക്തം ചെയ്യും. ഹല്ലേലൂയ. പാപവും പാരമ്പര്യവും ഒക്കെ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, മരണത്തെ ജയമായി വിഴുങ്ങി പാതാളത്തെ വെല്ലുവിളിച്ച യേശുക്രിസ്തു, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ യോഹന്നാൻ നോക്കി. ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാൻ പറയും, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ജീവനുള്ളവനുമാകുന്നുവെന്ന്. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ യേശുവിനെ കാണുക. പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് കണ്ട ദർശനത്തിനകത്ത് യോഹന്നാൻ കണ്ട കാര്യം, മരണത്തെ ജയമായി വിഴുങ്ങിയവൻ. ഹല്ലേലൂയ. പാതാളത്തെ വെല്ലുവിളിച്ച യേശു. ആ യേശുക്രിസ്തുവിനെ യോഹന്നാൻ നോക്കിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1:17 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു. ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് യോഹന്നാൻ കണ്ട വലിയ ദർശനം. ഇതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ വായിച്ചെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരെന്തേ പാപത്തിൽ നിന്ന് പാരമ്പര്യത്തിൽ പുറത്തു വന്നേനെ. അല്ലേലിയ. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാതാണ് പലരും ജീവിക്കുന്നത്. അല്ലേലിയ. ഇപ്പൊ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് കണ്ട ഈ ദർശനം, അല്ലേലിയ, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തരിക. അവൻ ആദ്യനും, ഹല്ലേലൂയ, ജീവനുള്ളവനും, അവൻ ആദ്യനും അന്തിനും ജീവനുള്ളവനും ആകുന്നതാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ 7 അംഗവർണ്ണനയ്ക്ക് ശേഷം യോഹന്നാൻ ബോധരഹിതനായി ദിനം പതിക്കുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ മാറിടത്തിലായി ചാരിയിരുന്ന യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ ദർശന മാത്രയിൽ അവന്റെ മുമ്പാകെ മരിച്ചവനെ പോലെ വീഴുകയാണ്. ഈ അനുഭവം യെസ്കേലിനുണ്ടായിരുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 7 വിധ വർണ്ണനകൾ, ഹല്ലേലൂയ, നമുക്ക് അല്ലെങ്കിൽ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ വർണ്ണനയ്ക്ക് ശേഷമായിട്ട് തേജസ്കരിക്കപ്പെട്ട യേശുവിനെ യോഹന്നാൻ കാണുന്നത് ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവരാ. പക്ഷെ ഈ യേശു ക്രിസ്തു മരിച്ച് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് യേശുവിനെ കണ്ട കാഴ്ചയാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കുന്ന പാപസ്വഭാവത്തിൽ നിങ്ങൾ പുറത്തു വരണം. ജീവിതത്തിന്റെ അന്ധകാര കാലഘട്ടങ്ങളില് നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നീ നിന്നെ തന്നെ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ. അപ്പൊ ഇതേ ഈ യോഹന്നാൻ കണ്ടതുപോലെ തന്നെ യെഹെസ്കേലും കണ്ടു, ദാനിയേലും യേശു ക്രിസ്തുവിന്റെ ആ തേജസ്കരിക്കപ്പെട്ട അനുഭവത്തെ അവർക്ക് ദർശനത്തിലൂടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേദപുസ്തകം വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെയും കർത്താവ് യോഹന്നാനെ എഴുന്നേൽപ്പിക്കുക. ദാനിയേലിനെ തൊട്ട് ബലപ്പെടുത്തിയെങ്കിൽ യോഹന്നാനെ വലം കൈവച്ച് ബലപ്പെടുത്തി ദർശനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ്, ഇത് യേശുവിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ തൊട്ട് ദൈവിക വചനത്തിന്റെ വെളിപ്പാടുകൾ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകം ഉണ്ടെങ്കിലും സത്യ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ഉണ്ടെങ്കിലും അത് വായിച്ചിട്ട് നിനക്ക് മനസ്സിലാകാതെ പോകുന്നതാണ്
അതിന്റെ പൊരുൾ നിനക്ക് തിരിച്ചു തരുവാൻ നിന്റെ ഇടവകകൾക്ക്, നിന്റെ സമുദായത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ യഹൂദ പാരമ്പര്യത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് കടന്നുപോകുന്ന സകല മതങ്ങളോടും പറയട്ടെ, മത നേതാക്കന്മാരോടും പറയുകയാണ്, ദൈവവചനത്തിന്റെ യഥാർത്ഥ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിച്ചേനെ. ഹല്ലേലൂയ. ആ വിശ്വാസികൾ ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്തേനെ. അല്ലേ? അബ്രഹാമിനേക്കാൾ വലിയവനായി ദൈവം അവൻ യേശു ക്രിസ്തു ആണെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവർ യേശുവിനെ മാത്രം അനുഗമിച്ചേനെ. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിന്റെ ആ പൊരുൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് കൊണ്ട്, യഹൂദ പാരമ്പര്യമാണ് വലുതെന്ന് നിങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് അവരിന്നും ആ യഹൂദ പാരമ്പര്യത്തിൽ കടന്നു പോവുകയാണ്. അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത്. പാരമ്പര്യമൊന്നും നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. പാരമ്പര്യം നമുക്ക് നിത്യത തരത്തില്ല. പാരമ്പര്യം നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. യഹൂദന്മാർക്ക് മറഞ്ഞിരുന്ന ക്രിസ്തുവിനെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി, പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ത്യക്ക് ഇതിന്റെ പാരമ്പര്യം വിട്ട് നീ മടങ്ങി വരണമെന്ന്. അല്ലേ? യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം. അല്ലേ? അപ്പൊ യേശു സകലത്തിന് മുമ്പേ ഉള്ളവൻ. അല്ലേ? സകലത്തിന് മുമ്പേ ഉള്ളവൻ യേശു ക്രിസ്തു മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ഒന്ന് പറഞ്ഞു തന്നാട്ടെ, മറ്റൊരാളെന്ന് കാണിച്ചത് ഞങ്ങളുടെ യേശുവിനേക്കാൾ മുമ്പേ ഞങ്ങളുടെ ദൈവം ഉണ്ടായിരുന്നു പറയാൻ. അല്ലേരിയ. ഇല്ല പ്രിയരെ, യേശു തന്നെ. അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അല്ലേരിയ, അബ്രഹാമിനെ മഹിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് നീ അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് യോഹന്നാൻ ഈ ജനത്തോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. അത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുതെന്ന് യഹൂദനോട് പറയുക. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ ദൈവത്തിന് വചനം വായിക്കുകയാണ്. യോഹന്നാന്റെ സ്നാനം, ഹല്ലേലൂയ, യോഹന്നാന്റെ സ്നാനം കഴിപ്പിക്കൽ നാട്ടിലൊരു പുതമയായി തീർന്നു, മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് യോഹന്നാൻ അത് ചെയ്തത്. അത് യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണെന്ന് ആയിരുന്നു. അബ്രഹാമിന്റെ മക്കളായിരുന്നത് കൊണ്ട് അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല എന്ന് യോഹന്നാൻ പറയുക. അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് നിങ്ങൾ ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടത്തില്ലെന്നാണ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളായി തീരുകയില്ല എന്ന് പൗലോസും പറയുക. എന്ന് പറഞ്ഞാൽ യോർദാൻ നദി തീരത്ത് കിടക്കുന്ന കല്ലുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് യോഹന്നാൻ പറയുന്നത്. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ടും അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ നിന്നതുകൊണ്ടും നമ്മൾ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. പാപത്തിന് പരിഹാരമില്ല. ഹല്ലേലൂയ. യോർദാൻ തീരത്ത് കിടക്കുന്ന കല്ലുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലേ? ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അപ്പൊ ശരീരം ചത്തുപോയ അബ്രഹാമിനും സ്ത്രീകൾക്കുള്ള മുറ നിന്നു പോയ സാറയ്ക്കും ധാരാളം സന്തതികളെ ഉളവാക്കുവാൻ ശക്തിയുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ ശരീരം നിർജ്ജീവമായി മരിച്ചുപോയ ചത്തുപോയ ശരീരത്തിന് തുല്യമായി അബ്രഹാമായി തീർന്നത്. സ്ത്രീകൾക്കുള്ള മുറ നിന്ന് പോയ സാറയ്ക്കും ധാരാളം സന്തതികളെ ഉളവാക്കുവാൻ ശക്തിയുള്ളവനായിരുന്നു നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കടൽക്കരയിലെ മണൽ പോലെയും ഭൂമിയിലെ പൊടികൾ പോലെയും ആകാശത്തിലെ പക്ഷികളെ പോലെയും സന്തതികളെ വർദ്ധിപ്പിക്കുന്ന കർത്താവ് വലിയവനല്ലയോ? ഹല്ലേലൂയ. അത് യേശു അബ്രഹാമിലും വലിയവൻ തന്നെ. യേശു അബ്രഹാമിലും വലിയവൻ തന്നെ. യഹൂദന്മാരെ നോക്കി യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു കണ്ട് സന്തോഷിച്ചു ഇരിക്കുന്നുവെന്ന് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നത് കാണാൻ കഴിയും. യോഹന്നാൻ സുവിശേഷത്തിന്റെ 56-57. അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ യേശു ഉണ്ട് എന്ന് യഹൂദന്മാരോട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം യേശുക്രിസ്തുവിന്റെ ദിവസം കണ്ട് സന്തോഷിച്ചിരിക്കുന്നുവെന്ന് ഇതിനേക്കാളൊക്കെ വലിയ തെളിവ് വേദപുസ്തകത്തിൽ തരണോ? ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവം, നിങ്ങളുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും കർത്താവിനെ വലിയവനായി കാണണം. നിങ്ങളുടെ കണ്ണുകൾ
എപ്പോഴും കർത്താവിനെ വലിയവനായി കാണണം, യേശുവിനെ വലിയവനായി കാണണം, യേശുവിനെ ദൈവമായിട്ട് കാണുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വലിയവരെന്ന് എപ്പോഴും കർത്താവിനെ ഹല്ലേലൂയ വലിയവരെന്ന് എപ്പോഴും നിങ്ങൾക്കുള്ള ദർശനം ഉണ്ടായിരിക്കണം. കർത്താവ് എപ്പോഴും വലിയവനാണെന്നുള്ള ദർശനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദർശനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. യേശുവിനെ കുറിച്ചുള്ള ദർശനമുണ്ടെങ്കിലേ ഈ ഭൂമിയിലെ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നിനക്ക് നേരെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, രക്തജയം. ഇന്ന് മകൻ മടങ്ങി വരാനായിട്ട് ഒരു അവസരം ദൈവം തരിക. യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. പോരാട്ടങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ഹല്ലേലൂയ യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നും കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ നീ കടന്നു പോകുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നും കുടുംബത്തിനകത്ത് അരാജകത്വം, കുടുംബത്തിനകത്ത് കണ്ണുനീര്, വേദനകൾ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒന്നിനു പുറകെ ഒന്നായി നിന്റെ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങൾ കടന്നു വരുന്നത് യേശു നിനക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. യേശു നിന്റെ ജീവിതത്തിലില്ലാത്തത് കൊണ്ടാണ്. യേശു നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയില്ലാത്തത് കൊണ്ടാണ്. അബ്രഹാമിനേക്കാൾ വലിയവനായി യേശുവിനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയാതെ ഇന്ന് നീ പാരമ്പര്യത്തിന്റെ നൂലാമാലകൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. പേരുകൊണ്ട് ക്രിസ്ത്യാനിയെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും കുർബാന കൊണ്ട് കുമ്പസാരിക്കുന്നുണ്ടെങ്കിലും യേശു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് പാരമ്പര്യമല്ല വലുത്, യേശുവാ വലുതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം ചെയ്യുന്നുണ്ട്, യേശു വലിയവനാണെന്ന് അറിയത്തില്ല. അത് തിരിച്ചറിയാൻ കഴിയാവുന്ന എൻ്റെ കണ്ണുകളെ മൂടി വെച്ചിരിക്കുക സാത്താൻ. ഹല്ലേലൂയ. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളെ കണ്ണു കുരുടാക്കിയെന്നാണ് 2 കൊരിന്ത്യർ 4:4 വായിക്കുന്നത്. ഹല്ലേലൂയ. മടങ്ങി വരണം, മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ അതിജീവിക്കുന്ന നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ യേശു കൂട്ടത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 96:4 പറയും, യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരനും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരനും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. അല്ലെങ്കിൽ ഭൂമിയിൽ എത്രമാത്രം ദേവന്മാരുണ്ടെങ്കിലും, കോടാനുകൂടി ദേവന്മാരുണ്ടെങ്കിലും അവരെക്കാൾ ശ്രേഷ്ഠൻ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. എല്ലാ ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ വായിച്ച വചനത്തിലേക്ക് വരിക. ഇവിടെ ദൈവത്തിന്റെ വചനം വായിച്ചത് എന്താണ്? ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാളും നീ വലിയവനോ. ഹല്ലേലൂയ. അബ്രഹാമും മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, യേശു ഉയരത്തിൽ ജീവിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് കണ്ണുകളടച്ചാട്ട് ഇതിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ആ പാരമ്പര്യ ശാപം, ആ കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങൾ, കുടുംബത്തിന്റെ സമാധാനക്കുറവ്, കുടുംബത്തിനകത്തെ അസമാധാനങ്ങളെ എല്ലാം നീക്കി അബ്രഹാമിനേക്കാൾ വലിയവനായി യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്റെ ജീവിതം ഏറ്റവും സന്തോഷമായി തീരും. കർത്താവ് നിനക്ക് വേണ്ടി നിത്യതയിൽ നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗ കൊട്ടാരത്തിൽ നിനക്ക് എത്തിച്ചേരണമെങ്കിൽ, ആ ദൈവിക ഭവനത്തിൽ പുതിയ യെരൂശലേമിൽ നിനക്ക് എത്തിച്ചേരണമെങ്കിൽ ഇന്ന് പകലിന്റെ പാരമ്പര്യത്തിൽ ഉപേക്ഷിക്കണം. അബ്രഹാമിനേക്കാൾ വലിയവനായ യേശുവാണ് സകലത്തിനും രക്ഷകൻ. ആ മാനകുലത്തിന്റെ മുഴുവൻ പാപത്തെ വരികാര്യമായി സ്വർഗമക്കളെ വിട്ടിറങ്ങി വന്ന് ഭൂമി വന്ന് ജീവിച്ച് മനുഷ്യ പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചവർ യേശുക്രിസ്തു മാത്രമാണ്. യേശു മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ ഒതുങ്ങിപ്പോയില്ല. കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് സ്വർഗാരോഹണം ചിന്തും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥായിക്കുന്നതിൽ വിശ്വസിക്കാൻ കഴിയണം. അബ്രഹാം അടക്കം സകല പിതാക്കന്മാരും പ്രവാചകന്മാരും മരിച്ച് കല്ലറകൾ ഒതുക്കിക്കഴിഞ്ഞപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. കണ്ണുകളുടെ ചാട്ട് യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കാമോ? ഹല്ലേലൂയ. യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു അത്ഭുതം ചെയ്യും. നീ കടന്നു പോകുന്ന ഏത് പ്രതികൂല സാഹചര്യമായിരുന്നാലും, വെല്ലുവിളികളായിരുന്നാലും, നിന്റെ കഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, മരണകരമായ അനുഭവങ്ങൾ, ദേശത്തിന്റെ ശൂദ്രശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കും. മദ്യവും മയക്കും ലഹരിയും നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയെ തകർക്കാൻ പിശാച് പലവിധമായി തന്ത്രങ്ങൾ വിനിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൽ ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ഹൃദയം കൊടുക്കാമോ? യേശുവിനെ അബ്രഹാമിനേക്കാൾ വലിയവെന്ന് വിശ്വസിക്കാൻ കഴിയുമോ?
അങ്ങനെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൂട്ടി കേരളത്തിൽ നിന്ന് ഭാരത ലോക രാജ്യങ്ങളായിരിക്കും 800 കോടി ജനത്തിനായി തലമുറകൾക്ക് വേണ്ടി പ്രാപ്തി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ല സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കും രാജകുമാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാളം നേതാവ് ഗോത്രങ്ങൾ ദ്വീപുകൾ ആദിവാസി ട്രൈബ് മേഖലയിൽ ഭരിക്കുന്ന കർഷക ഉദ്യോഗസ്ഥ നാവിക അധികാരികൾ അതിർത്തികൾ കത്തറ VCRBയുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ ക്രമസമാന പാലക നിർമ്മാണ രംഗത്തിന്റെ വ്യവസായ വിഭാഗങ്ങളെ SCs ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സ് സകലം വിരുദ്ധ ആരോഗ്യ സാമ്പത്തിക വിദ്യാഭ്യാസ ഗ്രാമീണ മേഖലയിലായിരിക്കുന്ന എല്ലാ ഇതിന് അവസാന ജീവനക്കാരെയും അവയെ പുറത്ത് പ്രാപ്തികൾ ഭാവി കടലുടെ വാസികളെ തീരദേശവാസികളെ മത്സ്യ നാടുകളിൽ കടത്തുപോയിരിക്കുന്നവരെ വഴിയൊരു കച്ചവടക്കാർ വഞ്ചികൾ വലിയ വ്യാപാരി ഷീമയിൽ കർഷക മേഖലയിലായിരിക്കുന്നവർക്ക് കൺഷൻ വെക്കാൻ ഹോട്ടലുകൾ ഓടിക്കുന്നത്ത് വഴിയെടുക്കുന്ന എല്ലാ ടൈസ് സെക്രട്ടറീസിലേക്ക് വിൽക്കുവാൻ ഓടിക്കുന്നവരെയും പാടത്തും പറമ്പിൽ കോരിയും കല്ലോടും മണ്ണോടും തല്ലിയോടും മുന്നടിക്കുന്ന ജീവിതം കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ ജീവിതത്തിന്റെ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ ജീവിതം പാപത്തിന്റെ ആ അടിമത്തിൽ വീട് കിടക്കുന്ന സകലജനം മടങ്ങി വന്ന് ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമല്ല അബ്രഹാമിനേക്കാൾ വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിന്റെ ഹൃദയം കൊടുത്തുകൊണ്ട് പാരമ്പര്യത്തിൽ കെട്ടുകൂട്ടി മടങ്ങിയിരുവാൻ ചിലത് ഏൽപ്പിക്കുന്നു. ശൈശുദ്ധന്മാരെ കൗമാരി യുവരത് വാർത്തയും യാത്ര റോഷണ ചോറിൽ തടവറയിലേക്കെതിരായി മത സാമൂഹിക സംസ്കാരം മാധ്യമ മീഡിയ രംഗത്തിൽ സൈന്യസുദ്രരും എല്ലാ മത നേതാക്കന്മാർക്കും അതിൽപ്പെട്ട് കടവെ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ വിശീലനത്തിൽ വിടിവിക്കപ്പെട്ട് പാരമ്പര്യത്തെ കെട്ടുകൊടുത്തിട്ട് മടങ്ങി വന്ന് യേശുവിനെ ദൈവമെന്ന് വിശ്വസിപ്പാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണ് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ. വിദേശ രാജ്യം കഷ്ടം നൊമ്പരപ്പെടുന്നു. ആമി കഠിനമായ ക്രൂരതയിലൂടെ കടന്നു പോകുന്നവർ, പീഡ അനുഭവിക്കുക, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, മരണാധി കഷ്ടം നാട്ടിൽ കിടന്നവർ, ജോലി നഷ്ടപ്പെട്ട വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, പാസ്പോർട്ടിന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ കേരളത്തിൽ സകല ജനം കടന്നു പോകുന്ന എല്ലാ കർഷകരും രാജ്യത്തിലുള്ള പ്രതികൂലങ്ങൾ ലോക രാജ്യങ്ങളിൽ വെല്ലുവിളി യുദ്ധ സമാനമായ വിഷയങ്ങൾ, തീവ്രവാദങ്ങൾ, വർഗീയത ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ വരവേറ്റു ആശ്രമമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം മടങ്ങി വന്ന് സകല പാമ്പുവഴികൾ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന് ദൈവനീതി വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.